കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡി സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലെ ഓഫീസർ ഗ്രേഡ് അസിസ്റ്റന്റ് മാനേജർ ലെവലുള്ള 110 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 30 സെബിയുടെ സൈറ്റായ www.seba.gov.in സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. എൻ്റെ അഡ്വാൻസ് നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നത് ഒക്ടോബർ 30 ശേഷമേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആകെ 110 ഒഴിവുകളുണ്ട്. ഇതിലേക്ക് ഒക്ടോബർ 30 അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക. ജനറൽ സ്ട്രീമിൽ 56 ഒഴിവുകളാണ്. അതിനുവേണ്ടി യോഗ്യത പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം അല്ലെങ്കിൽ PG ഡിപ്ലോമ അല്ലെങ്കിൽ LLB BTech എഞ്ചിനീയറിംഗ് ബിരുദം, CA CFA കമ്പനി സെക്രട്ടറി, കോസ്റ്റ് അക്കൗണ്ട് ഒക്കെ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. IT സെക്ഷനിൽ 22 ഒഴിവുകളുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഡിഗ്രിയും അതിനുശേഷം മാസ്റ്റേഴ്സ് MSc കമ്പ്യൂട്ടർ സയൻസ്, MSc IT അല്ലെങ്കിൽ MCA ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. ലീഗൽ സെക്ഷനിൽ 20 ഒഴിവുകളാണുള്ളത്. അതിനുവേണ്ടി LLB ആണ് അതിനുവേണ്ടി യോഗ്യത. അതിലൊന്നും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല. റിസർച്ച് സ്ട്രീമിൽ 4 ഒഴിവുകളാണുള്ളത്. അതിനുവേണ്ടി യോഗ്യത പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, ബിസിനസ് എക്കണോമിക്സ്, സ്റ്റാറ്റിക്സ്, ഫൈനാൻഷ്യൽ എക്കണോമിക്സ്, മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ് ഇങ്ങനെയുള്ള ബിരുദങ്ങളൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. മാസ്റ്റേഴ്സ് ബിരുദം. ഒഫീഷ്യൽ ലാംഗ്വേജ് 3 വേക്കൻസികളുണ്ട്. മാസ്റ്റേഴ്സ് ഇൻ ഹിന്ദി, അതോടൊപ്പം ഇംഗ്ലീഷ് ഡിഗ്രിയിൽ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഹിന്ദി ഡിഗ്രിയിൽ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ സംസ്കൃതത്തിലോ എക്കണോമിക്സിലോ ഒക്കെയുള്ള മാസ്റ്റേഴ്സ് ബിരുദം ഹിന്ദി ഡിഗ്രിയിൽ പഠിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയും. സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ 3 ഒഴിവുകളുണ്ട്. BTech സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടി യോഗ്യത. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ 2 ഒഴിവുകളുണ്ട്. അതിലേക്ക് BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ശമ്പള സ്കെയിൽ 62,500 മുതൽ 1,26,100 എന്ന സ്കെയിൽ ശമ്പളം ലഭിക്കുക. മുംബൈയിൽ പറഞ്ഞിരിക്കുന്ന തുടക്ക ശമ്പളത്തിന് 1,84,000 രൂപ ലഭിക്കും എന്നുള്ളതാണ്. അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. അക്കോമഡേഷൻ ലഭിക്കുകയാണെങ്കിൽ 1,43,000 ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് എക്സാമിനേഷൻ 3 ലെവൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. Phase 1 എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും, 2 പേപ്പർ ഉണ്ടാവും. Phase 2 എക്സാമിനേഷനും ഓൺലൈൻ എക്സാമിനേഷൻ 2 പേപ്പർ ഉണ്ടാവും. അതിനുശേഷം Phase 2 ക്വാളിഫൈ ചെയ്യുന്നവരെ ഇൻ്റർവ്യൂവിന് വിളിക്കും. അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനെല്ലാം 1000 രൂപയും 18% GST ആണ് അപേക്ഷാ ഫീസ്. SC ST കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും മാത്രം 100 രൂപയും 18% GST മതി. ബാക്കി എല്ലാവർക്കും 1000 രൂപയും 18% GST ആയിരിക്കും അപേക്ഷാ ഫീസ്. എക്സാമിനേഷൻ കേരളത്തിൽ 7 സെൻറ്ററുകളുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂർ എന്നീ സെൻറ്ററുകൾ കേരളത്തിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഡീറ്റെയിൽസും www.seba.gov.in സൈറ്റിൽ ഒക്ടോബർ 30 പബ്ലിഷ് ചെയ്യും. ആ സമയത്ത് പബ്ലിഷ് ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. താല്പര്യമുള്ളവർ അതിനുവേണ്ടി റെഡിയായിരിക്കുക. താങ്ക് യു.